ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ദി കോപ്പിറൈറ്റ്സ് ആക്ട് 1957 ബാലൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കാണാത്തരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെമഡീസ് അഗെയിൻസ്റ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് ആണ്. അപ്പോൾ മെയിനായിട്ട് നമുക്കൊരു കോപ്പിറൈറ്റിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, കോപ്പിറൈറ്റ് വയലേറ്റഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 3 റെമഡീസ് ആണുള്ളത്. അതിൽ ആദ്യത്തേതാണ് സിവിൽ റെമഡി, 2 പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ റെമഡീസ്, ആൻഡ് 3 അഡ്മിനിസ്ട്രേറ്റീവ് റെമഡീസ്. അപ്പോൾ ഇതിൽ സിവിൽ റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻജങ്ഷൻ വഴിയോ അല്ലെങ്കിൽ കോമ്പൻസേഷൻ വഴിയോ അല്ലെങ്കിൽ അക്കൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ്, ഇങ്ങനെ 3 രീതിയിലാണ് സിവിൽ റെമഡീസിന് ഒരു കോപ്പിറൈറ്റിൻ്റെ ഓണർ എൻറ്റൈറ്റിൽഡ് ആകുന്നത്. അപ്പം ഈ റെമഡീസ് ആർക്കായിരിക്കും കിട്ടുന്നത്? ആ കോപ്പിറൈറ്റിൻ്റെ ഓണർക്കായിരിക്കും. കാര്യം ആ ഒരാളുടെ ആ ഒരു കോപ്പിറൈറ്റാണ് അവിടെ ഇൻഫ്രിഞ്ച്ഡ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് ഓണറിനായിരിക്കും അവിടെ സിവിൽ റെമഡീസ് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ളത്. ഏതൊക്കെ രീതിയിലാണ്? ഇൻജങ്ഷൻ, കോമ്പൻസേഷൻ ആൻഡ് അക്കൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പറയുന്നത്? ഇൻജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്നും ഒരാളെ പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ റീസ്ട്രെയിൻ ചെയ്യുന്നത്, തടയുന്നതിനാണ് നമ്മൾ ഇൻജങ്ഷൻ എന്ന് പറയുന്നത്. കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു കോപ്പിറൈറ്റ് ഓണർക്ക് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരം കൊടുക്കുക. പിന്നെ അക്കൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റിലൂടെ ആ ഒരാൾ ഇൻഫ്രിഞ്ച് ചെയ്ത ആൾ എത്ര പ്രോഫിറ്റാണോ ഗെയിൻ ചെയ്തത്, ആ ഒരു പ്രോഫിറ്റ് ഈ ഒരു ഓണർക്ക് കൊടുക്കേണ്ടി വരും. അതാണ് അക്കൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ്. അപ്പോൾ ഇത്തരത്തിലൂടെയാണ് സിവിൽ റെമഡീസ് ഒരാൾ ഈ കോപ്പിറൈറ്റിൻ്റെ ഓണർ എൻറ്റൈറ്റിൽഡ് ആകുന്നത്. അതേപോലെ തന്നെ ക്രിമിനൽ റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒഫൻസാണ്. അത് പണിഷബിൾ ആണ് വിത്ത് ഇംപ്രിസൺമെൻറ്റ് വിച്ച് മേ എക്സ്റ്റെൻഡ് ഫ്രം എ മിനിമം പീരീഡ് ഓഫ് 6 months ടു എ മാക്സിമം പീരീഡ് ഓഫ് 3 years ആൻഡ് എ ഫൈൻ ഓഫ് ₹50,000 to 2 lakh. അപ്പോൾ ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ ഫൈനും കിട്ടാനായിട്ടുള്ളൊരു കുറ്റമാണ്, ഒരു ഒഫൻസാണ് ഈ ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്രിസൺമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മിനിമം 6 മാസവും മാക്സിമം 3 വർഷവും വരെയാണ് ഇംപ്രിസൺമെൻറ്റ് കിട്ടുന്നത്. എന്തിന്? കോപ്പിറൈറ്റിൻ്റെ ഇൻഫ്രിഞ്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ. ദെൻ ഫൈൻ എമൗണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 50,000 മിനിമം. 50,000 തൊട്ട് 2 ലക്ഷം രൂപ വരെ ഫൈൻ അവിടെ കിട്ടാം. ഇനി ഈ ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റിൻ്റെ ഒരു ഒഫൻസ് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് ട്രൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ്സിനാണ് ഈ ഒരു ഒഫൻസിൻ്റെ ട്രയൽ നടത്താൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു ഒഫൻസ് ട്രൈ ചെയ്യുന്ന ഒരു കോർട്ടിന് എന്ത് ചെയ്യാം? ആ ഒരു ഒഫൻഡറിനോട് ഒരു ഓർഡർ കൊടുക്കാം. ഒഫൻഡർ എന്ത് ചെയ്യണം എന്നാണ്? ഈ ഒരു എല്ലാ ഇൻഫ്രിഞ്ച്ഡ് ആയിട്ടുള്ള കോപ്പീസും ഓണറിന് തന്നെ മറ്റ് ഫർദർ പ്രൊസീഡിങ്സ് ഒന്നും ഇല്ലാതെ ഓണറിന് തന്നെ കൊടുക്കാനായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോടതിക്ക് എന്ത് ചെയ്യാം? പോലീസ് ഓഫീസറിനോട് ഈ ഒരു സബ് ഇൻസ്പെക്ടറിൻ്റെ ഒരു റാങ്കിൽ താഴെയല്ലാത്ത, അതായത് മിനിമം ഒരു സബ് ഇൻസ്പെക്ടറെങ്കിലും ആയിരിക്കണം, അങ്ങനെയുള്ള ഒരു പോലീസ് ഓഫീസറിനോട് ആവശ്യപ്പെടാം എല്ലാ ഇൻഫ്രിഞ്ച്ഡ് ആയിട്ടുള്ള ആ ഒരു വർക്കിൻ്റെ ഇൻഫ്രിഞ്ച്ഡ് ആയിട്ടുള്ള എല്ലാ കോപ്പീസും സീസ് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ക്രിമിനൽ റെമഡി എന്തൊക്കെയാണ്? അവിടെ ഒഫൻസ് പണിഷബിൾ ആകുന്നത് ഇംപ്രിസൺമെൻറ്റ് ഉണ്ട്, ഫൈനും ഉണ്ട്. ഇംപ്രിസൺമെൻറ്റ് ആണെങ്കിൽ 6 months to 3 years ആണ്. ഫൈൻ ആണെന്നുണ്ടെങ്കിൽ 50,000 to 2 lakhs ആണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നത് മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ആണ്. മജിസ്ട്രേറ്റിന് എന്തൊക്കെ ചെയ്യാം? ഒന്ന്, ആ ഒരാളോട് ഓർഡർ കൊടുക്കാം ഇൻഫ്രിഞ്ച്ഡ് ആയിട്ടുള്ള കോപ്പീസൊക്കെ കൊണ്ടുവന്ന് അവിടെ ഡെലിവർ ചെയ്യണം എന്നുള്ളൊരു കാര്യം. ആർക്കാണ് ഡെലിവറി ചെയ്യേണ്ടത്? ആ ഒരു കോപ്പിറൈറ്റ് ഓണർക്ക്. ദെൻ രണ്ടാമത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കോടതിക്ക് പോലീസ് ഓഫീസറിനോട്, ഒരു സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ താഴാതെ ഒരു പോലീസ് ഓഫീസറിനോട് ആവശ്യപ്പെടാം, ഒരു ഓർഡർ കൊടുക്കാം. എന്താണ്? ഈ ഒരു ഇൻഫ്രിഞ്ച്ഡ് കോപ്പീസൊക്കെ സീസ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ക്രിമിനൽ റെമഡി. ഇനി നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റെമഡി നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ ആ ഒരു ഓണർക്ക് രജിസ്ട്രാർ ഓഫ് കോപ്പിറൈറ്റിനോട് അപ്ലൈ ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്താണ്? ഈ ഒരു ഇൻഫ്രിഞ്ച്ഡ് കോപ്പീസ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട്, ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു ഇമ്പോർട്ടേഷൻ വഴി ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റ് നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ബാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ പറ്റും. അപ്പം രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം? ഒരു ഓർഡർ വഴി ഈ ഒരു കൺഫിസ്കേറ്റഡ് ഇൻഫ്രിഞ്ചിങ് കോപ്പീസ് ഓണർ, ആ കോപ്പിറൈറ്റിൻ്റെ ഓണർക്ക് തന്നെ ഡെലിവറി ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റും. നമ്മൾ ആ ഒരു കോർട്ടിൻ്റെ കേസിൽ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ ഇത് അവർക്ക് കൊടുക്കാനായിട്ട്, കോപ്പിറൈറ്റ് ഓണർക്ക് തന്നെ ആ ഒരു ഇൻഫ്രിഞ്ചിങ് കോപ്പീസ് പിടിച്ചെടുത്തിട്ട് അത് കൊടുക്കാനായിട്ട് പറ്റും. രജിസ്ട്രാർക്ക് അങ്ങനെ ഒരു ഓർഡർ കൊടുക്കാൻ പറ്റും അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്.
അപ്പം ഇവിടെ ഇതിപ്പോൾ നമ്മൾ നോർമലി പറഞ്ഞ എന്താണ്, ഒരു കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്ഡ് ആയി കഴിഞ്ഞാൽ ആ കോപ്പിറൈറ്റ് ഓണർക്ക് എന്തൊക്കെ റെമഡീസ് അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. സിവിൽ റെമഡിയും ക്രിമിനൽ റെമഡിയും അഡ്മിനിസ്ട്രേറ്റീവ് റെമഡിയും. ഇനി ഇവിടെ തന്നെ ഈ ഇൻഫ്രിഞ്ച് ചെയ്ത ആൾക്ക് എന്തൊക്കെ ഡിഫൻസ് ആണ് എടുക്കാൻ പറ്റുന്നത്, ആ ഡിഫൻഡൻറ്റിന് എന്തൊക്കെ ഡിഫൻസ് എടുക്കാൻ പറ്റും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫ്രിഞ്ച്ഡ് ആയി എന്ന് പറയുന്ന വർക്കിന് ഇപ്പോൾ കോപ്പിറൈറ്റ് സബ്സിസ്റ്റ് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല എന്നൊരു ഡിഫൻസ് എടുക്കാൻ പറ്റും. നമ്മളിതിന് മുന്നേ പറഞ്ഞൊരു കാര്യമാണ്, ഒരു കോപ്പിറൈറ്റ് ഉണ്ടെങ്കിലേ അവിടെ ഇൻഫ്രിഞ്ച്മെൻറ്റ് വരത്തുള്ളൂ. ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് ഇൻഫ്രിഞ്ച്മെൻറ്റ്, അത് ഒരു വയലേഷൻ പോലെ, ഇപ്പോൾ ഒറിജിനൽ വർക്കിൻ്റെ ഒരു കോപ്പി ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇൻഫ്രിഞ്ച്മെൻറ്റിൽ വരത്തില്ല. കാര്യം എന്താണ്, അവിടെ കോപ്പിറൈറ്റ് നിലനിൽക്കുന്നില്ല. അപ്പോൾ അതൊരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കോപ്പിറൈറ്റ് സബ്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടെ ഇൻഫ്രിഞ്ച്മെൻറ്റ് വരുന്നില്ല എന്നുള്ളത്. ദെൻ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലെയിൻറ്റിഫിന് ഇവിടെ ഒരു സ്യൂട്ട് കൊടുക്കാൻ വേണ്ടി അയാൾ എൻറ്റൈറ്റിൽഡ് അല്ല, അല്ലെങ്കിൽ കാരണം എന്താണ്, ആ ഒരാൾ കോപ്പിറൈറ്റിൻ്റെ ഓണർ അല്ല, അതുകൊണ്ട് അയാൾക്ക് സ്യൂട്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്നൊരു ഡിഫൻസ് ഡിഫൻഡൻറ്റിന് എടുക്കാം. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും, ഈ അലിഗ്ഡായിട്ടുള്ള കോപ്പി, അതായത് ഇൻഫ്രിഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പിറൈറ്റ് ഉണ്ടല്ലോ, കോപ്പിറൈറ്റഡ് വർക്ക് ഉണ്ടല്ലോ, ആ ഒരു അലിഗ് ചെയ്യുന്ന കോപ്പിറൈറ്റ്, ആരോപിക്കപ്പെടുന്ന ഒരു കോപ്പിറൈറ്റ് വർക്ക് എന്ന് പറയുന്നത് ഒറിജിനൽ അല്ല, അത് തന്നെ ഒരു ഇൻഫ്രിഞ്ച്ഡ് കോപ്പിയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു വീണ്ടും ഒരു കോപ്പി വന്നു കഴിഞ്ഞാൽ അത് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണ്, ആ ഉള്ള കോപ്പി തന്നെ ഇൻഫ്രിഞ്ച്ഡ് ആണ് എന്നുള്ളത് ഒരു ഡിഫൻസാണ്. ദെൻ നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അലിഗ്ഡ് കോപ്പി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷന് എൻറ്റൈറ്റിൽഡ് അല്ല. കാരണം എന്താണ്, അത് ഇമ്മോറലാണ്, സെഡീഷ്യസ് ആണ്, അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോപ്പിറൈറ്റ് എന്നുള്ള രീതിയിൽ അതിന് പ്രൊട്ടക്ഷൻ പോലും കിട്ടുന്നില്ല എന്ന് ഒരു ഡിഫൻസ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിഫൻഡൻറ്റിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്, പ്ലെയിൻറ്റിഫിൻ്റെ വർക്കിനെ കോപ്പി ചെയ്തുകൊണ്ടുള്ളതല്ല എന്നൊരു ഡിഫൻസ് എടുക്കാം. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലെയിൻറ്റിഫ് എന്ന് പറയുന്നത് എസ്റ്റപ്പലിനോ അല്ലെങ്കിൽ കൺസെൻറ്റിനോ ഗിൽറ്റിയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പ്ലെയിൻറ്റിഫ് തന്നെ ഒരു അനുവാദമൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരാളിത് ചെയ്തത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അയാളുടെ കൺസെൻറ്റോട് കൂടിയാണ് ഇങ്ങനൊരു, അതായത് അപ്പോൾ കൺസെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈസൻസ് കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു പെർമിഷൻ കിട്ടുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് കൺസെൻറ്റോട് കൂടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഇൻഫ്രിഞ്ച്മെൻറ്റ് വരത്തില്ല. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ സ്യൂട്ട് ഈസ് ബാർഡ് ബൈ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വന്നിരിക്കുന്നത്, സ്യൂട്ട് വന്നിരിക്കുന്നത്, ഒരു ടൈം പീരീഡ് കഴിഞ്ഞു. അപ്പോൾ ലിമിറ്റേഷൻ വഴി ബാർഡായിട്ടുള്ളൊരു സ്യൂട്ടാണത്. ദെൻ 8 പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫ്രിഞ്ച്മെൻറ്റ് വാസ് ഇന്നസെൻറ്റ് ആൻഡ് ദ ഡിഫൻഡൻറ്റ് വാസ് അൺഅവെയർ ഓഫ് ദ എക്സിസ്റ്റൻസ് ഓഫ് കോപ്പിറൈറ്റ്. ആ ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്നസെൻ്റ് ആയിട്ടുള്ളതാണ്. കാര്യം എന്താ, ഡിഫൻഡൻറ്റിനെ അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു കോപ്പിറൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം. ഡിഫൻഡൻറ്റ് അറിയാതെയാണ് ഇത് ചെയ്തത്. ആ ഒരു നിഷ്കളങ്കതയുടെ പുറത്ത് പറ്റിപ്പോയതാണ്, അയാൾക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൻ 52 പറഞ്ഞിരിക്കുന്ന എക്സെപ്ഷൻസിൻ്റെ അകത്ത്, നമ്മളിതിന് മുന്നേ എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതാണ് ഡിഫൻഡൻറ്റിൻ്റെ ആക്ഷൻ എന്നുള്ളതും ഒരു ഡിഫൻസായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഇത്രയാണ് ഡിഫൻസ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് സെക്ഷൻ 52 എക്സെപ്ഷൻസ് എന്നൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണത്, ഫെയർ ഡീലിങ്ങും ജുഡീഷ്യൽ പ്രൊസീഡിങ്ങും ജഡ്ജ്മെൻറ്റിൻ്റെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഈ ഒരു ഡിഫൻസിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതോടെ ചേർത്ത് സെക്ഷൻ 52 കൂടി ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. അപ്പം ഡിഫൻസ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. ഒന്നെന്താണ്, ആ ഒരു വർക്കിന് കോപ്പിറൈറ്റ് ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം. രണ്ടെന്ന് പറയുമ്പോൾ പ്ലെയിൻറ്റിഫിന് അവിടെ സ്യൂട്ട് കൊടുക്കാനായിട്ട് അയാൾ എൻറ്റൈറ്റിൽഡ് അല്ല, കാരണം അയാൾ അതിൻ്റെ ഓണറല്ല. 3, ആ അലിഗ്ഡ് കോപ്പി എന്ന് പറയുന്നത് തന്നെ ഒറിജിനൽ അല്ല, അതൊരു ഇൻഫ്രിഞ്ച്ഡ് കോപ്പിയാണ്. പിന്നെന്തായിരുന്നു, അലിഗ്ഡ് കോപ്പി എന്ന് പറയുന്നത് ഒരു തരത്തിലും പ്രൊട്ടക്ഷൻ കിട്ടുന്നതല്ല. കാര്യം അത് ഇമ്മോറലോ അല്ലെങ്കിൽ സെഡീഷ്യസോ അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ളതോ ആണ്. പിന്നെന്തായിരുന്നു, ഡിഫൻഡൻറ്റിൻ്റെ വർക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്, അത് മറ്റൊന്നിൻ്റെ കോപ്പി അല്ല, പ്ലെയിൻറ്റിഫിൻ്റെ വർക്കിൻ്റെ കോപ്പി അല്ല എന്ന് ഡിഫൻസ് എടുക്കാം. പിന്നെന്താണ്, ഡിഫൻഡൻറ്റ് ഈ ഒരു പ്ലെയിൻറ്റിഫ് ഇവിടെ എസ്റ്റപ്പൽ വഴിയോ അല്ലെങ്കിൽ കൺസെൻറ്റ് വഴിയോ ഗിൽറ്റി ആണ് എന്ന് പറയാൻ പറ്റും. ദെൻ സ്യൂട്ട് ലിമിറ്റേഷൻ വഴി ബാർഡ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റ് ഇന്നസെൻ്റ് ആണ്, ഡിഫൻഡൻറ്റ് ഇതൊന്നും കോപ്പിറൈറ്റ് ഉണ്ടെന്ന് അറിയാതെയാണ് ഇതെല്ലാം ചെയ്തത്. ദെൻ ലാസ്റ്റ് എന്താ പറഞ്ഞത്, ഇതൊരു സെക്ഷൻ 52 പ്രകാരമുള്ള എക്സെപ്ഷൻസിൻ്റെ അകത്ത് വരുന്നതാണ് ഡിഫൻഡൻറ്റിൻ്റെ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെ ആക്റ്റുകളാണ് അവിടെ വരുന്നതെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കണം.
അത് എക്സെപ്ഷൻസ് ആണ് ഈ സെക്ഷൻ 52-ൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അതിനകത്ത് റെമഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ റെമഡീസ് എഗെയിൻസ്റ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് വരുമ്പം 3 ടൈപ്പ് റെമഡി വരുന്നതുകൊണ്ട് സിവിൽ, ക്രിമിനൽ, അഡ്മിനിസ്ട്രേറ്റീവ് റെമഡി. അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ നമ്മൾ വരുന്ന കാര്യമാണ് ഡിഫൻസ് എന്തൊക്കെ ഡിഫൻഡിന് എടുക്കാൻ പറ്റും എന്നുള്ളത്. സോ ആ ഒരു ടോപ്പിക് അത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.